ഇനിയുള്ളത് കരിമലക്കയറ്റമാണ്. അതികഠിനമാണ് യാത്ര. ദുർഘടമായ കാട്ടുപാത. കുതിര നന്നെ കിതച്ചു. വായിൽ നിന്നും നുര വരുന്നു. ഇപ്പോൾ അത് മെല്ലെയാണ് നീങ്ങുന്നത്. ഒരു മരക്കൊമ്പിൽ നിന്നും അടുത്തതിലേക്ക് ചാടുന്ന മലയെണ്ണാൻ അവരുടെ പോക്ക് അത്ഭുതത്തോടെ നോക്കി നിന്നു. കുറേ ദൂരം പിന്നിട്ടപ്പോൾ വലിയ കൊടിമരം കണ്ടു. അതിൽ പാറിക്കളിക്കുന്ന പുലിയടയാളം. അയാൾക്ക് സമാധാനമായി. മുഖം തെളിഞ്ഞു. കോട്ടയിലെ കാവൽക്കാർ അയാളെ തടഞ്ഞില്ല. വേലിയിലെ പുലിപ്പതാക ധാരാളമാണല്ലോ. അയാൾ കുതിരയെ കാവൽക്കാരെ ഏൽപ്പിച്ചു. അവരിൽ ഒരുത്തനോട് ചെവിയിൽ എന്തോ പറഞ്ഞു. അവൻ വേഗം അകത്തേക്ക് ഓടി. അല്പസമയം കഴിഞ്ഞ് അവൻ പുറത്തു വന്ന് ആഗതനെയും കൂട്ടി അകത്തേക്ക് പോയി. കോട്ടയുടെ ഉള്ളിൽ നിരവധി കുടിലുകൾ, ഭംഗിയായി കെട്ടിയൊരുക്കിയവ. ഓലയും ചിലതിലൊക്കെ പുല്ലും മേഞ്ഞിട്ടുണ്ട്. ഒരു കുടിലിന് മുന്നിൽ അയാൾ കാത്തുനിന്നു. വാതിൽ തുറന്ന് ആജാനുബാഹുവായ ഒരാൾ പുറത്തിറങ്ങി. ഉദയൻ. അയാളെ കണ്ടതും ആഗതൻ വിനീതനായി തലകുനിച്ചു. കയ്യിലെ സന്ദേശം കൈമാറി. അയാളത് വായിച്ചു. നെഞ്ചിൽ കൈവച്ചു. കടവുളെ. അയാൾക്ക് തല ചുറ്റുന്ന പോലെ തോന്നി. ചക്രവർത്തി അരുൾമൊഴിത്തേവർ മന്നോർ മന്നൻ പെരുവുടയാർ രാജരാജ ചോളൻ അവർ കൈലാസത്തിൽ വിലയം പ്രാപിച്ചുവെന്ന് ഉദയന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ആഗതനെ നോക്കി. എന്താ സംഭവിച്ചത്? ആഗതൻ ഭയത്തോടെ ചുണ്ടിൽ കൈവച്ചു. ഒരിക്കലും ചോദിക്കാനോ പറയാനോ പാടില്ല എന്ന്.